നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് നാളായിട്ട് വളരെ വയലൻ്റ് ആയ കില്ലിങ്ങാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം കുറച്ച് ന്യൂസ് ചാനലുകളിൽ ഞാൻ കണ്ടു, നമ്മൾ ഈ മാർക്കോ, പണി പോലത്തെ സിനിമകൾ ഇത് ഈ വയലൻ്റ് ആയ കൊലപാതകങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയുന്നത്. ഇന്നത്തെ സമൂഹം ഈ സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്നു, സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഹീറോയിക് വേർഷൻസ് ആണെന്ന് കണ്ടുകൊണ്ട് സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരും അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറുപക്ഷം. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ പേഴ്സണലി മാർക്കോ ഈ പണിയെല്ലാം കണ്ടതാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സുകളിൽ ഏകദേശം ഒരു 3/4 ആൾക്കാർ ഈ പടം കണ്ടതാണ്. ഒരാൾ വരെ ബാ നമുക്കിക്ക് ഈ പടം കണ്ടാട് ഇറങ്ങിയിട്ട് വാ നമുക്കിക്ക് പോയിട്ട് ഓനെ കൊന്നിട്ട് വരാം, അല്ലെങ്കിൽ ഓനെ പിടിച്ചിട്ട് രണ്ടര പൊട്ടിക്കാന്ന് പറഞ്ഞ ഒരാളെ വരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എന്തിനു പറയുന്നു, ഇപ്പം നമ്മൾ ഈ ടെലഗ്രാമിൽ ഇഷ്ടം പോലെ ബോട്ടുണ്ട്. ഒന്നിങ്ങനെ ഞെക്കിയാൽ തന്നെ വരും. ഏത് പടം വേണ്ട വെച്ചെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി പടം തന്നെ വേണമെന്നില്ല, ഇനി ഇൻ്റർനെറ്റിലെ വയലൻ്റ് കില്ലിങ് സീൻസ് വരെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഇനി ആർക്ക് എന്ത് വേണമെങ്കിലും അതിൽ വളരെ സിമ്പിളായിട്ട് എടുത്ത് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇത്രേ പറയുന്നില്ലൂ, ഒരാൾക്ക് എങ്ങനെയാണോ അയാളെ മൈൻഡ്, ഇനി അയാളെ സ്വഭാവം പൊതുവെ വയലൻ്റ് ആണെങ്കിൽ ഓൻ വയലൻ്റ് തന്നെ ആയിരിക്കും. ഇനി അതിനൊരു പടത്തിൻ്റെ ഒരു ഇത് വേണമെന്നില്ല. ശരിയായിരിക്കും നിങ്ങൾ പറയുന്നത്, ചെറിയ ഈ പടങ്ങളും ഇതെല്ലാം കുറച്ചൊരു വയലൻസിന് ഇത് ചെയ്യുന്ന, അതായത് വയലൻസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അതിപ്പോൾ മലയാളം പടം തന്നെയല്ലല്ലോ, ഇഷ്ടംപോലെ വേറെ സിനിമയില്ലേ. ഇപ്പോൾ നമ്മളെ ഹിന്ദി സിനിമ കില്ല്, അത് കണ്ടാൽ എന്തായിരിക്കും വയലൻസ് ചെയ്യാൻ തോന്നൂലേ? എന്തിനിടും എല്ലാത്തിനും ഈ മലയാളം പടം ഈ രണ്ട് മാർക്കോ അതുപോലത്തെ 2 മലയാളം പടം ഇറങ്ങുമ്പോഴൊക്കെ അതിൻ്റെ മേക്കിട്ട് കയറുന്നത്. ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാകരുത് എന്ന് വാദിക്കുന്നവർ ഒരു പക്ഷവും സിനിമയെ എന്റർടൈൻമെന്റ് മോഡലാക്കി മാത്രം കാണണം എന്നുള്ള വാദം മറുപക്ഷത്തും. ആരുടെ ഭാഗത്താണ് നിങ്ങൾ? എനക്ക് മനസ്സിലാവുന്നില്ല.